കോഴിക്കോട്ടും അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. KPCC ജനറൽ സെക്രട്ടറിയും PM നിയാസും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പാറോപ്പടി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയാണ് നിയാസ്. ഇത്തവണ UDF മികച്ച വിജയം നേടുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും PM നിയാസ് മീഡിയ വണിനോട് പറഞ്ഞു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. എല്ലാ വോട്ടർമാരെയും കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാറോപ്പടിയിലാണ്. ഇവിടെ KPCCയുടെ ജനറൽ സെക്രട്ടറിയും ഒപ്പം തന്നെ പാറോപ്പടിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയുമായ PM നിയാസ് അദ്ദേഹം അവസാനവട്ട വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. ഈ ഭാഗങ്ങളിലൊക്കെ നടന്നാണ് അദ്ദേഹം വോട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിയാസ് നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെ പോകുന്നു? ഇന്നിപ്പോൾ അവസാനഘട്ട പ്രചരണമാണ്. ഇതുവരെയുള്ള പ്രചരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വലിയ രീതിയിലുള്ള ഒരു അനുകൂലമായ പ്രതികരണമാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷയിലപ്പുറത്ത് ജനങ്ങൾക്ക് ഈ ഭരണം മാറണമെന്ന് ഒരു ആഗ്രഹം അവർക്കുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ഏറ്റവും കൂടുതൽ അവർ പ്രതീക്ഷിച്ച ഒരു ഭരണം 50 വർഷമായിട്ട് ഉണ്ടായില്ല. അത് യൂത്തിൻ്റെ വൈബാണെങ്കിലും ഇതുപോലെയുള്ള കലാകാരന്മാരുടെ മനസ്സിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു അസഹിഷ്ണുതയും ഒരു ഈ വികസനം എത്താത്തതിൻ്റെ ഒരു പ്രയാസവും. ഇതിൽ സംസ്ഥാന തലത്തിൽ ചർച്ചയായ പല വിഷയങ്ങളുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുകൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു LDFന് തിരിച്ചടിയാകും, UDFന് അതൊരു അനുകൂലമായ വിഷയമാവും എന്നുള്ളത് കരുതുന്നുണ്ടോ? തീർച്ചയായും അത് വലിയ രീതിയിൽ എല്ലാ വീടുകളിലും വന്നപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം പോലും കട്ടവരെ വെറുതെ വിടില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അത് മതേതര മനസ്സിൽ, അത് ഹിന്ദുത്വം അല്ലെങ്കിൽ മുസ്ലിം എന്നൊന്നുമല്ല, മതേതര മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വിഷമമുണ്ടാക്കി. അത് ആ ഒരു മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട് ആശുപത്രികളുടെ ദുരന്തങ്ങൾ, അതുപോലെ ഇപ്പോൾ വനിതകളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ദുരന്തം. ഇതൊക്കെ നമുക്ക് ഏറെ പ്രയാസകരമായ അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോഴിക്കോടുണ്ടായ മറ്റൊരു വിഷയമാണ് ഈ LDFന്റെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് വിതരണം. അതിൽ കലക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു തിരിച്ചടിയാകുമെന്നുള്ളതാണോ? പ്രിൻ്ററും പബ്ലിഷറും കോപ്പിയും ഇല്ലാതെ ഒരു സാധനം തെരഞ്ഞെടുപ്പ് രംഗത്ത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നാണ് കലക്ടർ നിരോധിച്ചിട്ടും ഇത് ഇപ്പോൾ യഥേഷ്ടം ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.